മഹാരാജാസ് കോളേജിനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ മറവിൽ കലാപകലുഷിതമാക്കുന്നതിനെതിരെ ഫ്രണ്ട്സ് ഓഫ് PT ആൻഡ് നേച്ചറിന്റെ പ്രതിഷേധ കൂട്ടായ്മ. ഇടത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തിനെതിരെയാണ് പലരും സംസാരിച്ചത്. മഹാരാജാസിൽ പഠിച്ചതാണെന്ന് പറയുന്നതിൽ ഇപ്പോൾ അഭിമാനിക്കുന്നില്ലെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഉമാ തോമസ് MLA പറഞ്ഞു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഏവരും മഹാരാജാസിന് സമീപം ഒത്തുകൂടിയത്. അതിൽ സാംസ്കാരിക പ്രവർത്തകരും മഹാരാജാസിലെ മുൻ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളുമെല്ലാം ഉണ്ടായിരുന്നു. കലാലയങ്ങളെ കലാപശാലകൾ ആക്കരുത് എന്നതായിരുന്നു ഏവരുടെയും ആവശ്യം. SFIയുടെ രാഷ്ട്രീയ അതിപ്രസരം പലരും ചൂണ്ടിക്കാട്ടി. തലമുറകളെ വിദ്യയുടെ അക്ഷരമാല പഠിപ്പിച്ച മഹാരാജാസ് കോളേജ് ഇന്ന് കേവലം പാർട്ടി ഓഫീസ് മാത്രമായെന്ന് ഉമാ തോമസ് MLA. മഹാരാജാസിൽ പഠിച്ച ഗർവുള്ള ഒരു കാലം ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് മഹാരാജാസിൽ പഠിച്ചതാണെന്ന് പറയാൻ തന്നെ നാണക്കേട് തോന്നുന്ന വിധം പല അധ്യാപകരും ഈ കുട്ടി രാഷ്ട്രീയത്തില് പങ്കാളികളാവുകയും കൂടി ചെയ്യുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കോളേജിൽ ചില അധ്യാപകരും പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ. SFIക്കാരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ഈ ചുടുചോറ് മാറ്റിക്കുന്ന AKGCT എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും നിരോധിക്കപ്പെടേണ്ടുന്ന ഒരു സംഘടനയാണ്. കോളേജ് കവാടത്തിന് മുന്നിലെ ബാനറുകൾക്കെതിരെയും വിമർശനം വന്നു. മഹാരാജകീയം എന്ന പേരിലെഴുതിയ കവിത കീറിയെറിഞ്ഞായിരുന്നു ഗാനരചയിതാവ് RK ദാമോദരന്റെ പ്രതിഷേധം. മുൻ MLA PT തോമസിനെ സ്നേഹിക്കുന്നവർ ചേർന്ന് രൂപം കൊടുത്ത കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് ഓഫ് PT ആൻഡ് നേച്ചർ. മഹാരാജാസ് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സർക്കാർ കലാലയങ്ങളെയും രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കി മികച്ച പഠന കേന്ദ്രങ്ങൾ ആക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.